നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു കലാകാരന്റെ അവകാശമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അതിന്മേൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ വികാരത്തെ മുറിപ്പെടുത്തുവാൻ, ഒരു മതവിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള ലൈസൻസ് ആണോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകടക്കുന്നുവോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവ് ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സാജൻ കുന്നത്ത്, BJPയുടെ ഔദ്യോഗിക വക്താവ് അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, പലപ്പോഴും കലാകാരന്മാർ വാദിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണ് എന്നാണ്. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ ചെന്നെത്തുന്നത് ചില പ്രത്യേക വിഷയങ്ങളിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമാണ്, ചില പ്രത്യേക വിഷയങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി പോകുന്നു എന്ന ആരോപണത്തിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം കലാകാരന്റെ അവകാശമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കലാകാരന് മാത്രമല്ല മറ്റെല്ലാവർക്കും ആ അവകാശമുണ്ട് എന്ന അവബോധം ആദ്യം ഉണ്ടാവേണ്ടത് കലാകാരന്മാർക്കാണ്. കാരണം കലയും സാഹിത്യവും സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഒരു കലാകാരനും ഒരു സാഹിത്യകാരനും തന്റെ പ്രവർത്തനം ചെയ്യുന്നത്. ആ സമയത്ത് അവകാശങ്ങളൊക്കെ തനിക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ചിന്ത അങ്ങേയറ്റത്തെ ഏകാധിപത്യമാണ്. അത് ഭയാനകമായിട്ടുള്ള ഭവിഷ്യത്തുകളെ ആയിരിക്കും വിളിച്ചു വരുത്തുക. ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതേ വിശ്വാസ സ്വാതന്ത്ര്യം സമൂഹത്തിൽ താൻ ഒഴികെയുള്ള മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ള വിശാലമായ കാഴ്ചപ്പാട് ആദ്യം കൈക്കൊള്ളേണ്ടത് തീർച്ചയായിട്ടും കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ്. അതുകൊണ്ട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. താൻ പറയുന്നത് പൊതുസമൂഹത്തിന് മുഴുവൻ ബാധകമാണ്. അവർ മുഴുവൻ കേൾക്കുന്നു, അവർ കാണുന്നു, അവരറിയുന്നു, അവർ പ്രതികരിക്കുന്നു. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ മറ്റേതെങ്കിലും ഒരു ജോലി ചെയ്യുന്നയാൾ, മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള കലാ മേഖലയിൽ ഏർപ്പെടുന്നയാൾ, അയാൾ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മതില് കെട്ടുന്ന ഒരു മേസനാന്നിരിക്കട്ടെ, അദ്ദേഹം ഒരു ജോലിയാണ് ചെയ്യുന്നത്, അതിലും ഒരു കലയുണ്ട്. പക്ഷേ അതൊരിക്കലും സമൂഹത്തിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ കലാസാഹിത്യ മേഖലകളിൽ നിൽക്കുന്ന ഒരാൾ തന്റെ കർമ്മം ചെയ്യുമ്പോൾ അത് സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാവാതിരിക്കാൻ ഉള്ള മര്യാദ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അത് ആർക്കെതിരെയാണെങ്കിലും, അതില് ഇന്ന മതം അല്ലെങ്കിൽ ഇന്ന ജാതി, ഇന്ന ഭാഷ, ഇന്ന സംസ്കാരം, ഇന്ന ദേശം, ഇതൊന്നുമില്ല. അതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യത്വത്തെ കാണാൻ ആദ്യത്തെ മര്യാദ കാണിക്കേണ്ടത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും തന്നെയാണ്. ആ അവബോധം എവിടെയാണോ അസ്തമിക്കുന്നത്, എവിടെയാണോ ശോഷിക്കുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതിന് മറ്റേ ആരെയും കുറ്റം പറയുക എന്നുള്ളത് ഭൂഷണമല്ല. അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ അങ്ങേയറ്റത്തെ അവധാനതയോടുകൂടി വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു സമൂഹത്തിലാകുമ്പോൾ വളരെ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, നമുക്കറിയാം ഈശോ എന്ന പേരുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കുണ്ടായ വേദനകളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു അടിസ്ഥാനത്തിലാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ ഒരു ധർണയിൽ കേരള കോൺഗ്രസ് MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ പറയുകയുണ്ടായി, ഈശോ എന്ന നാമം ഒരു സിനിമയ്ക്ക് ഉപയോഗിച്ചത് ശരിയായില്ല, അത് പിൻവലിക്കണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ യുവജന സംഘടനയായ DYFI പറഞ്ഞു, ഒരു സിനിമ പേര് മൂലം മതവികാരങ്ങൾ വ്രണപ്പെടുന്നു എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണ് എന്നൊക്കെ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മറ്റുള്ള വിശ്വാസങ്ങളെ, മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് ബാലിശമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മത വികാരങ്ങളെ വ്രണപ്പെടുത്തുവാനായിട്ട് ആര് ശ്രമിച്ചാലും അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാം, ഇന്നത്തെ ആനുകാലിക സിനിമകളിലും പഴയ സിനിമകളിലുമൊക്കെ
ക്രിസ്തു മതത്തെയും ക്രിസ്തു മതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും സഭയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ യാതൊരു രീതിയിലും ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഈ സിനിമയുടെ ട്രീസർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി അത് ഈശോയെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈശോയുടെ പേര് കൊടുക്കുന്ന ഒരു ചിത്രമാകാനാണ് സാധ്യത എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇത്രയേറെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഒരു കലാകാരനും ഇത്ര മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അതിന് ഈശോ എന്ന് പേരിട്ടാൽ അത് ശരിയാകുകയില്ല എന്നുള്ളത് ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് ഇത്രയേറെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ സിനിമകളിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ ക്രിസ്തു വർത്താനം പറയുന്നു, ക്രിസ്തു ഇറങ്ങിച്ചെന്ന് ഒരാളെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സിനിമകള് എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊന്നും ആരും മോശമായ ഒരു കാര്യങ്ങൾ കാണുകയോ എടുക്കുകയോ അങ്ങനെ ചെയ്തതൊന്നും ഒരു സഭയുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മതത്തെ വ്രണപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള. ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, നമുക്കറിയാം കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. നേരത്തെ ശ്രീ സാജൻ കുന്നത്ത് പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളായി 2010 മുതൽ നിരവധി സിനിമകളിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെടുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം എക്കാലത്തും എത്ര വലിയ ഇടതു തരംഗം ആഞ്ഞടിച്ചാലും എക്കാലത്തും നിലകൊണ്ടിട്ടുള്ളത് ക്രൈസ്തവ സമൂഹമാണ്. നമുക്കറിയാം, വോട്ടവകാശം കിട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതകാലം മുഴുവൻ കൈപ്പത്തിക്ക് അല്ലെങ്കിൽ UDF വോട്ട് കുത്തിയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ നമുക്കറിയാം. പക്ഷേ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഇത്രമാത്രം വേദനിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അവസാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഈശോ എന്ന ഒരു സിനിമയുടെ ആ പേരിൽ നിന്നുണ്ടായ ആ പ്രതികരണങ്ങളൊക്കെയാണ്. സഭാധ്യക്ഷന്മാർ പ്രതികരിച്ചു, ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചു, ക്രൈസ്തവ യുവജനങ്ങളെല്ലാം പ്രതികരിച്ചു. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF ഭാഗത്ത് നിന്ന് ക്രൈസ്തവ സമൂഹത്തെ പിന്താങ്ങുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല? ശ്രീ സുശീൽ ഗോപാൽ. പ്രിയപ്പെട്ട ജോർജി, ഇതില് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാജൻ കുന്നത്തായാലും പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നാദിർ ഷാ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റർ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ടീച്ചർ പോലും ഇറങ്ങിയിട്ടില്ല, അതിന്റെ ചിത്രീകരണം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് പോസ്റ്ററാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഈശോ എന്ന ആ ഒരു സിനിമയ്ക്ക് പേരിട്ടു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മതവികാരം വ്രണപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനെന്നല്ല, സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം ഒരിക്കലും ആ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്നോ അതിന്റെ സ്ക്രിപ്റ്റ് എന്താണെന്നോ ഒന്നും വായിച്ചു നോക്കാതെ ഒരു സിനിമയ്ക്ക് ഈശോ എന്നുള്ള പേരിട്ടുന്നതിന്റെ പേരിൽ മതവികാരം വ്രണപ്പെടുകയാണെങ്കിൽ, ഇതിനു മുമ്പേ ഈമയോ എന്ന പേരിൽ ഈശോ മറിയം ഔസുഫ് എന്നുള്ള പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു സിനിമയുടെ പേര് ഈശോയുടെ പേര് ഇട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം മതവികാരം വ്രണപ്പെടുന്നു എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇല്ല. അതാദ്യമേ ഞാൻ പറയുകയാണ്. പിന്നെ ശ്രീ സുശീൽ ഗോപാൽ, ഞാൻ ഇടപെടുകയാണ്. നമുക്ക് ഈശോ എന്നത് ക്രൈസ്തവരുടെ വളരെ പരിപാവനമായൊരു നാമമാണ്. അതാണ് അവരെ വേദനിപ്പിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ ക്രൈസ്തവർക്ക് വളരെയധികം വൈകാരികമായ അടുപ്പമുള്ളൊരു നാമമാണ് ഈശോ എന്നത്. ആ ഒരു പേരിലാണ് ക്രൈസ്തവർ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഈമയോ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ 2010 മുതൽ നമുക്കറിയാം, ഈമയവും മാത്രമല്ല പല സിനിമകളിലൂടെ റോമൻസ്, വിശുദ്ധൻ, ട്രാൻസ് പല സിനിമകളിലും നടന്നു. അത് പല ക്രൈസ്തവർ അവരുടെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് അന്നൊക്കെ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ പ്രതിഷേധിക്കാതിരുന്നതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഈ ഒരു പേര് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു ആശങ്ക ഞാൻ ചോദിക്കുന്നത്. ഒരുപക്ഷെ ഈശോ എന്നുള്ള പേര് വെച്ച് ഈശോനെ അല്ലെങ്കിൽ ആ ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആശയങ്ങളൊക്കെ ഇല്ലാതാകില്ലേ? ഞാൻ പറയുന്നത്, നമ്മൾ എന്തിനാണ് അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ചറിയാതെ, അതിന്റെ കഥയെ കുറിച്ചറിയാതെ, ആ സിനിമ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ എന്തിനാണ് അപ്പോഴേക്കും അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്നാണ് എന്റെ ആശങ്ക. കാരണം അത്തരത്തിൽ നമ്മൾ വളരെ സെൻസിറ്റീവായി
ചെറിയ വിഷയങ്ങളെ പോലും ഈ സമൂഹത്തിന്റെ മതവികാരം വ്രണപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹമാണ് മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ആ സിനിമ വരട്ടെ, ഇന്നിപ്പോ ഏറ്റവും അവസാനമായി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സെൻസർഷിപ്പ് ബില്ലടക്കം പറയുന്നത്, ഇനി സെൻസർഷിപ്പ് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്താൽ പോലും അതിനകത്ത് പിന്നീടും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് സമൂഹത്തിന്റെ ഒരു ചെറിയൊരു കാര്യം ചൂണ്ടിക്കാട്ടാം ശ്രീ സുശീൽ ഗോപാൽ. അതായത് ഈ സിനിമയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ സിനിമയുടെ ഒരു പോസ്റ്ററിൽ തോക്കും രക്തവും ഒക്കെ സിംബോളൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു കഥ ഒരു കള്ളൻ്റെ കഥയാണെന്നുള്ളൊരു ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നു. അതെന്തായാലും തികച്ചും ക്രൈസ്തവ വിശ്വാസത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കഥയല്ല എന്ന് നമുക്ക് സാമാന്യമായി നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് അവിടെ തന്നെയാണ് പറഞ്ഞത് ജോർജി, നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ്. അനുമാനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും വലിയ ഡിസ്കഷൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സിനിമ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെൻസർ ബോർഡ് ഉണ്ട്. സെൻസർ ബോർഡിനകത്ത് കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇനി സെൻസർഷിപ്പ് കഴിഞ്ഞ് സിനിമ പ്രദർശനം തുടങ്ങിയാൽ പോലും പിന്നീട് അതിനകത്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ സെൻസർഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് അതിനകത്ത് വീണ്ടും ഒബ്ജക്ഷൻ വെക്കാവുന്നതും സെൻസർ ബോർഡിന് ഇടപെടാവുന്നതാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവികാരം വ്രണപ്പെടുത്താവുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ്മെന്റോ ആ കഥയ്ക്കകത്തുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായും ഈ സമൂഹത്തിനകത്ത്, അത് എത്രമാത്രം ചെറിയ സമൂഹമാണെങ്കിലും എത്രമാത്രം വലിയ സമൂഹമാണെങ്കിലും, ഒരു ചെറിയ ഒരു സഹജീവനെ പോലും അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താവുന്ന യാതൊന്നും പാടില്ല എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. തീർച്ചയായും നമുക്കറിയാം ശ്രീ നമുക്കറിയാം, ക്രൈസ്തവർ 2000 വർഷമായി ഈ ഒരു നാടിന്റെ ഭാഗമായി അല്ലെങ്കിൽ നാടിന്റെ വികസനത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ക്രൈസ്തവ സമൂഹം ഈ ഒരു അവരുടെ ഒരു വികാരം വ്രണപ്പെടുമ്പോൾ ഒരു പേര് മാറ്റാൻ മാത്രമാണ് ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്തതെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് ആ പരിപാവനമായൊരു പേര് മാറ്റുക എന്നുള്ളൊരു ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അല്ല, അത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, സെൻസർ ബോർഡിന്റെ സമയത്ത് അല്ലെങ്കിൽ സെൻസറിങ്ങിന്റെ സമയത്ത് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കപ്പെടണം. അതിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഹെഡ് കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ചർച്ച വന്നപ്പോൾ തന്നെ സംവിധായകർ അത് മാറ്റുകയും അങ്ങനെ ഒരു ബൈബിൾ എന്നുള്ളത് വിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചർച്ച വേണ്ട, അതുകൊണ്ട് അത് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ അതനുസരിച്ച് ക്രിയാത്മകമായി ഇടപെടാൻ തയ്യാറാകുന്ന കലാകാരന്മാരാണെന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സിനിമ ചിത്രീകരിക്കട്ടെ. ഇതിനകത്ത് നമുക്ക് ഇനിയും അതിനെ കുറിച്ച് നിരീക്ഷിക്കുവാനും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെതിരെയുള്ള നടപടികൾ കൈക്കൊള്ളുവാനും നമുക്ക് സർക്കാർ സംവിധാനം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരിക്കലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു വികാരത്തെ മൊത്തം മലീമസമാക്കുന്നതാണെന്നുള്ള രീതിക്കുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങുന്നതിനുള്ള ഒരു വ്യക്തത കുറവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. വ്യക്തമാണ്. ശ്രീ ഡോക്ടർ ചാക്കോ കളമറമ്പിൽ, നേരത്തെ ശ്രീ സുശീൽ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമയുടെ പേര് അത്ര വലിയ പ്രശ്നമാക്കേണ്ട എന്നുള്ളൊരു ആശയമാണ് ശ്രീ സുശീൽ ഗോപാൽ ഉന്നയിച്ചത്. മാത്രമല്ല, സെൻസർ ബോർഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കട്ട് ചെയ്യും അല്ലെങ്കിൽ അതിന് ഒരു തടസ്സം പറയും എന്നൊക്കെയാണ് ശ്രീ സുശീൽ ഗോപാൽ പറയുന്നത്. ക്രൈസ്തവർ ഈ സിനിമയ്ക്കെതിരെ നടത്തിയ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ് ശ്രീ ചാക്കോ കളംപറമ്പിൽ? ജോർജി, ഞാനതിന് മറുപടി പറയുന്നതിന് മുമ്പ് സഭയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹവും കലയെയും കലാകാരന്മാരെയും എല്ലാ കാലത്തും വേണ്ടവിധത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന സംവിധാനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സിനിമയിലെ ആദ്യത്തെ മലയാള സിനിമ ക്രൈസ്തവ സമുദായത്തിന്റെ സംഭാവനയാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. കലയും കലാമാധ്യമങ്ങളും എന്തിനു വേണ്ടിയാണ്? അവർക്ക് എന്തിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? സ്വാഭാവികമായിട്ടും അത് നമുക്കറിയാം, സമൂഹത്തെ നേർവഴിക്ക് നടത്തുമ്പോഴാണ്, സമൂഹത്തെ നേർവഴിക്ക് ദിശാബോധം കൊടുത്ത് നയിക്കാനാണ് കലയും കലാകാരനും ആ തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. എപ്പോഴെങ്കിലും അത് സമൂഹത്തിന് ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്ന വിധത്തിലേക്ക് മാറുമ്പോൾ അതിന് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിച്ചുകൂടാ. സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു മുറിവേൽപ്പിക്കുമ്പോൾ അവരെ അനാവശ്യമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ അവരുണ്ടാകുന്ന വിശ്വാസാനുഷ്ഠാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് മുറിവേൽക്കപ്പെടുമ്പോൾ അത് കലാകാരൻ തിരിച്ച് ചിന്തിച്ചു നോക്കണം. ഞാൻ മൂലം ആ സമൂഹത്തിന് ഇത്തരത്തിലൊരു മുറിവേൽക്കൽ ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കാനുള്ള
വലിപ്പമുണ്ടാവും. ഇവിടെ നാദിർഷായുടെ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് പേരിട്ടപ്പോ ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ട് നോട്ട് ഫ്രം ബൈബിൾ എന്ന് പറഞ്ഞു. എന്തിനാണ് ഈശോ എന്നൊരു പേര് സാധാരണഗതിയിൽ ഇടുന്ന ഒരു പേരായിട്ട് മാത്രമാണ് ഇട്ടതെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത്ര ഒരു ഹാഷ്ടാഗ് ഇടുന്നത്? പിന്നീട് അതിനെതിരെ പ്രതിഷേധം വന്നപ്പോൾ അത് പിൻവലിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു ഈശോ ദൈവപുത്രനാണെന്ന് ഞാൻ മനസ്സിലാക്കും. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോസ്റ്റിംഗ് കാണുന്നു, അതായത് ഈശോ പ്രവാചകനാണെന്ന് കാണുന്നു. അപ്പൊ ഈ തരത്തില് വ്യക്തതയില്ലാതെ, അല്ലെങ്കിൽ ഈ തരത്തില് ഓരോ അവസരത്തിലും ഓരോ വിധത്തില് പെരുമാറുന്ന രീതി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, മറിച്ച് അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ അതൊരു പരസ്യം ആവശ്യമാണ്. ആ പരസ്യം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാധ്യമമായി ക്രൈസ്തവരെ പൂജ്യമായി കരുതുന്ന ദൈവപുത്രന്റെ നാമത്തെ ഉപയോഗിക്കുക. അത് ചെയ്ത ശേഷം അത് ബൈബിളിൽ നല്ല എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഇതിനകത്ത് ഈ കലാകാരൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സമൂഹത്തെ മുറിപ്പെടുത്താനും ഒരു വലിയ ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ദൈവമായി അവർ പരിഗണിക്കുന്ന വ്യക്തിയുടെ പേരിടാനും, ആ പേരിടുക മാത്രമല്ല അത് ബൈബിളിൽ നല്ല എന്ന് പറയുക, ആ പേരിന്റെ കൂടെ ഈ പറയുന്നത് പോലെ തോക്കും അതുപോലെ രക്തക്കുഴികളും ഒക്കെ ചേർത്ത് വെച്ച് എന്തോ ഒരു ഭീകരതയുടെ ഒരു പരിവേഷം സൃഷ്ടിക്കുക ആ പേരിലൂടെ തന്നെ. അങ്ങനെ ഇതിനെ ചെറുതായി കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല, നിഷ്കളങ്കമായ ഒരു കാര്യമല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ കാണും. ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യേകിച്ച് മതത്തിന്റെ പേരിൽ. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന മതത്തിലെ വിശ്വാസ പ്രമാണങ്ങളെ സമൂഹത്തിൽ പ്രഘോഷിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതേ സമയത്ത് തന്നെ ഭരണഘടന അതിന്റെ മറുവശത്ത് പറയുന്നത് മറ്റൊരു മതത്തെ ഇകഴ്ത്തി കാണിക്കാനോ അവരുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ മോശമായി ചിത്രീകരിക്കാനോ ആർക്കും അർഹതയില്ല. അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇവിടെ നൽകുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൂജ്യമായ നാമത്തെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ബിംബങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളെ, പേരുകളെ ഒക്കെ ഈ തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന പോലെ സിനിമയ്ക്ക് ഇട്ടുകൊണ്ട് അതിന്റെ ആ ചിത്രീകരണത്തിൽ, ആ പേരിന്റെ ചിത്രീകരണത്തിൽ പോലും വൈകല്യങ്ങൾ കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവിടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് തന്നെയാണ് മറ്റൊരു മതത്തെ ഇഴത്തി കാണിക്കുന്നതിന്റെ ഒരു വിധത്തിലുള്ള ഒരു മുഖമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിനെയാണ് തീർച്ചയായിട്ടും ഈ സാധാരണക്കാരായ വിശ്വാസികൾ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി സമൂഹത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു നാദിർഷായിലൂടെ. അത് നമുക്ക് ഈ സിനിമയുടെ പേരിലൂടെ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അങ്ങനെ ആർക്കെങ്കിലും അത് മുറിവേൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന കലാകാരൻ തീരുമാനമെടുക്കേണ്ടതാണ്. അദ്ദേഹം സംസാരത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്കറിയാം, അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച എന്റെ ഒരു വേണ്ടപ്പെട്ട വ്യക്തി സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ നാദിർഷ സമ്മതിച്ച കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചിത്രശക്തികൾ, സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇതുപോലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് രാക്ഷസ രാമൻ എന്ന സിനിമ. രാമൻ എന്ന് പറയുന്ന പൂജ്യമായി കരുതുന്ന ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ, ഒരു മതവിശ്വാസത്തിന്റെ ദൈവത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള പ്രവണതയിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ അതിനെ എതിർത്തപ്പോൾ രാക്ഷസരാമൻ രാക്ഷസ രാജാവായ നമുക്കറിയാം. അതുപോലെ ഞാൻ ഗാന്ധിയല്ലേ അല്ലെങ്കിൽ നാൻ ഗാന്ധിയല്ലേ എന്നുള്ള ചിത്രം തമിഴിൽ ഇറങ്ങുമ്പോൾ രജനീകാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ചിത്രത്തെ തീർച്ചയായിട്ടും ആളുകൾ ഒപ്പോസ് ചെയ്തു. കാരണം ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തോന്നലുണ്ടായത് കൊണ്ട് ആ പേരിന് പോലും മാറ്റി ഞാൻ മഹാനല്ലേ എന്ന് മാറ്റി. അപ്പൊ എവിടെയാണോ സമൂഹത്തിലെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വ്രണങ്ങൾ ഏൽക്കുന്നത്, മുറിവുകൾ ഏൽക്കുന്നത്, അവിടെ തിരുത്താൻ കലാകാരന്മാര് സന്നദ്ധമാകുമ്പോഴാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ കഴിയുക. അല്ലാത്തതെല്ലാം നിഗൂഢ ചില ലക്ഷ്യങ്ങളോടെ ചെയ്യുന്ന ആവിഷ്കാര. ശ്രീ ചാക്കോ കാളമ്പറമ്പിൽ, നേരത്തെ ശ്രീ സുശീൽ ഗോപാൽ ഉന്നയിച്ച ഒരു കാര്യത്തിന് കൂടി അങ്ങ് ഒന്ന് വ്യക്തത നൽകണം. ശ്രീ സുശീൽ ഗോപാൽ പറഞ്ഞു ഈമായോ, നമുക്കറിയാം ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധാനം ചെയ്തത്. ആ സിനിമ ഇറങ്ങിയപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായില്ല. പക്ഷേ നാദിർഷ എന്ന വ്യക്തി ആ ഈശോ എന്ന സിനിമ ഇറക്കിയപ്പോൾ നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഈ സിനിമ ചെയ്ത വ്യക്തിയാണോ ഇവിടെ പ്രസക്തം? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നത്? ശ്രീ ചാക്കോ കാളമ്പറമ്പിൽ, ചുരുങ്ങിയ വാക്കുകൾ. അതിന് അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് തന്നെ ഇവിടെ പ്രസക്തിയില്ല. ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, ആർക്കെതിരെ ചെയ്യുന്നു, ആരെ മുറിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് ഏത് വ്യക്തി ചെയ്യുന്നുള്ളതല്ല, അത് ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നാദിർഷ അല്ല, അത് നാരായണനാണെങ്കിലും
അത് ഈവൻ ഒരു ക്രിസ്തുനാമധാരിയാണെങ്കിലും ആര് ചെയ്താലും ചെയ്യുന്ന തെറ്റിനാണ് നമ്മൾ നോക്കുക. അല്ലാണ്ട് വ്യക്തിയുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ വ്യക്തിയുടെ മതത്തെയോ ആചാരാനുഷ്ഠാനങ്ങളിലേക്കല്ല നമ്മൾ നോക്കിക്കൊണ്ട് അതിനെ വിമർശിക്കുന്നത്. വിശ്വാസികൾ അങ്ങനെ കാണുന്നുമില്ല. അതിലൊരു തെറ്റായ പ്രചോദനമാണ്. ഇതിനു മുമ്പ് പല സിനിമകൾ ഇറങ്ങി. ഇപ്പൊ 14ഓളം സിനിമകൾ അല്ലെങ്കിൽ 15ഓളം സിനിമകൾ ഈ തരത്തിൽ ഇറങ്ങി. പലതും മുറിപ്പെടുത്തുന്നതായിരുന്നു. ഈ മുറിപ്പെടുത്തലെ ഹൃദയങ്ങൾ സൂക്ഷിച്ച് ഇതിങ്ങനെ തുടർന്ന് പോരുന്ന തുടർക്കഥയായപ്പോ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വിശ്വാസ സമൂഹത്തിൽ ഉടലെടുത്തു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം ആ തരത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഇവർക്ക്. വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമ്മുടെ അതിഥികൾ സംസാരിച്ചതുപോലെ ചാക്കോ കാളപ്പറമ്പിൽ ചൂണ്ടിക്കാണിച്ചു, ഈ ഒരു ഈശോ എന്ന പേര് ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായി കരുതുന്ന പേര് വാണിജ്യവൽക്കരിക്കുന്നതിനെതിരെയാണ് ക്രൈസ്തവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. നേരത്തെ കുറച്ച് സിനിമകളുടെ പേര് ശ്രീ ചാക്കോ കാളപ്പറമ്പിൽ പറഞ്ഞു, വിവാദമായപ്പോൾ ആ പേര് മാറ്റി. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു പേര് മാറ്റാൻ ഇത്രമാത്രം ഒരു പിടിവാശി? ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വളരെയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ അല്ലെങ്കിൽ വളരെയൊന്നും രക്ഷപ്പെടാത്ത കുറെ സിനിമകളെടുത്ത് പരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയോ മാർക്കറ്റിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രമാകും ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. ഒരു വിവാദം ഉണ്ടാക്കുക, അത് വളരെ സെൻസേഷണൽ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അത് മതവുമായി ബന്ധപ്പെട്ടതാവുക, അങ്ങനെ മാർക്കറ്റില് അത് ശ്രദ്ധേയമായി കഴിഞ്ഞാൽ വലിയ തോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. ഏതായാലും സമൂഹത്തിൽ കുറെ ചർച്ചയുണ്ടായി. അവസാനം അദ്ദേഹത്തിന് കുറെ വിട്ടുവീഴ്ചകളൊക്കെ നടത്തേണ്ടി വന്നു. വിട്ടുവീഴ്ചയെല്ലാം ചെയ്ത് പടം റിലീസായാലും എന്നാൽ ഇതൊന്ന് കണ്ടുകളയാം എന്ന് കാണികൾക്ക് തോന്നുകയാണ്. ഇപ്പോ തിയേറ്ററിൽ നിന്നും പോകണ്ടല്ലോ, വെറുതെ വീട്ടിലിരുന്നാലും ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വലിയ ഒരു സാമ്പത്തിക മേഖലയായിട്ട് വളരുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് എന്നുള്ള നിലയിൽ ഇദ്ദേഹം ചിലപ്പോൾ കൈകാര്യം ചെയ്തതായിരിക്കാം. പക്ഷേ എന്ത് രീതിയിൽ കൈകാര്യം ചെയ്തതാണെങ്കിൽ പോലും അതിനുപയോഗിക്കുന്ന ആ ഒരു സങ്കേതമുണ്ട്. മതത്തിന്റെ പവിത്രതകളെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംശയത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് അതിനെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു തന്ത്രം. എന്നാൽ ഈ ഒരു തന്ത്രത്തോടുള്ള സമൂഹത്തിന്റെ പ്രതികരണവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിർമാല്യം എന്നൊരു സിനിമ വളരെ മുമ്പുണ്ടായി. PG ആന്റണി എന്ന് പറയുന്ന ഭരത് അവാർഡ് അദ്ദേഹം ആ സിനിമയിൽ ചെയ്ത കാര്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതായത് ഒരു ദേവി വിഗ്രഹത്തെ തുപ്പുക. പക്ഷേ കേരളത്തിലെ ഹൈന്ദവ സമൂഹം പ്രതികരിച്ചതേയില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു ആദ്യത്തെ സംഭവമായിരുന്നു. കലയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എന്തോ ആവട്ടെ എന്ന് കരുതി. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സംഭവത്തോട് ഒരു നിസ്സംഗത പുലർത്തുന്ന സമൂഹം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആവർത്തിച്ച് ആക്ഷേപിക്കാവുന്ന ഒരു തരത്തിലേക്ക് എല്ലാ മതങ്ങളിലേക്കും എല്ലാ വിഭാഗങ്ങളിലേക്കും ഇത്തരം പ്രവണത കടന്നു വരികയും അത് അതിര് കടക്കുന്നു എന്ന് വരുമ്പോഴാണ് സമൂഹം പ്രതികരിക്കേണ്ടി വരും. ഇപ്പോ നിർമാല്യ സിനിമയില് ദേവീ വിഗ്രഹത്തെ തുപ്പിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ അത് ശബരിമല വിഷയത്തിലേക്ക് വന്നപ്പോ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടായി. രാഷ്ട്രീയ അന്തരീക്ഷം മാറി. കാരണം അത് ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമല്ല, അതിനപ്പുറമുള്ള ചില കടന്നുകയറ്റമായിട്ട് മാറി. അപ്പോൾ ആദ്യത്തേതൊരു ടെസ്റ്റ് ഡോസായി വരികയും ആ ടെസ്റ്റ് ഡോസിൽ വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ആക്ഷനും ഈ സമൂഹത്തിൽ നടത്താം എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് ആർക്കും വരാൻ പാടില്ല. അത് കൈവിട്ടു പോകും. ഇപ്പോ സുശീൽ ഗോപാൽ ഇവിടെ പറഞ്ഞു നിയമങ്ങളുണ്ടല്ലോ എന്ന്. സത്യമാണ്, നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമം അനുസരിച്ച് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെൻസർ ബോർഡിന്റെ അടുത്ത് കൊണ്ടുപോയി പരാതി കൊടുത്ത് വേണമെങ്കിൽ തിരുത്തി അല്ലെങ്കിൽ പിൻവലിച്ച് ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ആ പറയുന്നത് യുക്തിപരമായി ശരിയാണ്, നിയമപരമായി ശരിയാണ്, പ്രായോഗികമായി ശരിയാകണം എന്നില്ല. ഇങ്ങനെയുള്ള ഒരു സിനിമ റിലീസായി, അതിനെ തുടർന്നിട്ട് ഒരു വലിയ സംഘർഷമുണ്ടായി, സമൂഹത്തിന് വലിയ നാശനഷ്ടമുണ്ടായി, ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോ എന്നാൽ പിന്നെ സെൻസർ ബോർഡിൽ പോയി ഒരു പരാതി കൊടുത്ത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴേക്കും അന്തരീക്ഷം കൈവിട്ടു പോയി എന്ന് വരും. അത് ഒരു ബഹുസ്വര സമൂഹത്തില്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായ, മീഡിയ വളരെ ദൃശ്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് രാജ്യമാസകലം ലോകമാസകലം പടർന്നു പിടിക്കാവുന്ന ഒരു മഹാവിപത്തിലേക്ക് ഒരു ചെറിയ സിനിമ റിലീസിനെ പോലും മാറ്റാൻ സാധിക്കും. പിന്നീട് നിയമം, നടപടി, ശിക്ഷ, കോടതി എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾ നീണ്ടുപോകാമെന്നല്ലാതെ പറ്റിപ്പോയ ഡാമേജിന് പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല.
ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇത് ഈ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ സമൂഹത്തിന്റെ ഭദ്രത എന്നുള്ളതാണ് മുന്നിൽ പിടിക്കേണ്ടത്, നിയമമോ യുക്തിയോ അല്ല. അപ്പോൾ സാമൂഹിക ഭദ്രത എന്ന് പറയുന്നത് ഇവിടെ മതങ്ങളും വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അങ്ങനെയൊക്കെയുള്ള കീഴ്വഴക്കങ്ങളെയും ഒക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിന്റെ ഭദ്രത. അപ്പോൾ ആ സാമൂഹിക ഭദ്രതയ്ക്ക് കോട്ടം വരാവുന്ന തരത്തിൽ കലയാണ്, സാഹിത്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കടന്നുകയറ്റത്തെ നമ്മൾ വളരെയേറെ സൂക്ഷിച്ചും അപകടകരമാണ് എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ കണ്ടില്ല എങ്കിൽ കൈവിട്ട് പോയി കഴിഞ്ഞ് പിന്നീട് പറയുന്നതിലോ തിരുത്തുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സാജൻ കുന്നത്ത്, ഈ 2010 ശേഷമുള്ള സിനിമകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപിടി സിനിമകൾ മിക്കതും തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള സിനിമയായിരുന്നു. ഒരു സിനിമ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് റോമൻസിലെ ആ കുമ്പസാരവുമായി ബന്ധപ്പെട്ട ആ ഒരു ദൃശ്യം നമുക്കറിയാം. വളരെ പരിപാവനമായ കുദാശയെ വളരെ മോശമായി അവഹേളിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഇത്തരത്തിലൊരു ഷിഫ്റ്റ് മലയാള സിനിമാ മേഖലയിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് വന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, ശ്രീ സാജൻ കുന്നത്ത്? സിനിമാ രംഗം ഒരു വ്യവസായമാണ്. പ്രധാനമായും നമുക്കറിയാം, ഇന്നിപ്പം ഈ ഈശോ എന്ന് പറഞ്ഞ സിനിമയുടെ പേരിട്ടോണ്ട് നാദിർഷായും കൂട്ടരും കാണിക്കുന്ന ഒരു പരിപാടി തന്നെ എനിക്ക് മുമ്പ് പറഞ്ഞ ജയസൂര്യൻ സാറും അതുപോലെ തന്നെ സുശീൽ ഗോപാലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് ഒരു വ്യവസായം എന്ന രീതിയിൽ അതിന് പേര് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമുക്ക് നിസ്സാരമായി സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്, ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഈ സിനിമയുടെ പേര് എന്ന് മനസ്സിലാക്കിയും നിസ്സാരമായിട്ട് ഞങ്ങൾ പിൻവലിക്കുന്ന സിനിമയുടെ പേര് മാറ്റെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റി കിട്ടണം, ഈ സിനിമയിലെ ആശയം എന്തുമാകട്ടെ അതിന് പബ്ലിസിറ്റി കിട്ടണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് നോട്രം ബൈബിൾ എന്ന് പറഞ്ഞാണ് സിനിമയുടെ പേര്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും ഒരു മത സമൂഹത്തിന്റെ മൊത്തം ആരാധീനമായ യേശുദേവനെ പറ്റി മോശമായി ഈശോ എന്ന പേരിട്ട് വെച്ചിരിക്കുന്നത്. അന്നേരം ആ സാഹചര്യത്തിൽ സിനിമയ്ക്ക് പേരിട്ടുകൊണ്ട് ആ സിനിമയെ പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ സെൻസർ ബോർഡിൽ ചെന്ന് വെച്ചാൽ അവിടെ കാര്യം, സെൻസർ ബോർഡിൽ ചെല്ലുമ്പം ഉള്ള കാര്യങ്ങളല്ലല്ലോ ഇത്. സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സിനിമയുടെ കണ്ടന്റ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഇപ്പം പറഞ്ഞ പോലെ തന്നെ വാളും കുന്തവും ഒക്കെ ആയിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ കള്ളനായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ എന്താണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ഒരു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് സമൂഹം നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. ഇത് ഇന്നിപ്പം ക്രിസ്തു മതത്തെ സംബന്ധിച്ച് ഈശോ എന്ന് പറഞ്ഞ പേര് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ നാളുകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഏത് മതങ്ങളെയും എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് വരുവാനായിട്ട് സിനിമാ രംഗം തീരുമെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മതങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, മറ്റു മതങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് വ്രണപ്പെടുത്തുവാനായിട്ട് ആർക്കും അവകാശമില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ സിനിമയുടെ പേര് ഈശോ എന്നിട്ടുകൊണ്ട് നാദിർഷാ ഇപ്പം അത് പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, നാദിർഷാ എന്ന് പറഞ്ഞ ആള് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞെന്നുള്ളത്. അങ്ങനെയല്ല, നാദിർഷാ എന്ന് പറഞ്ഞ ആള് ചെയ്യുന്ന കൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ആ പേരിന്റെ ഇട്ടതാര്, ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നെങ്കിലും ഇതേ തന്നെ സംഭവം ഉണ്ടാവുകയുള്ളായിരുന്നു, അല്ലാതെ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും അതിൽ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സുശീൽ ഗോപാൽ, ഈ ക്രൈസ്തവ സമൂഹം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വേദന എന്ന് തന്നെ നമുക്ക് പറയാം. പലപ്പോഴും ക്രൈസ്തവ സമൂഹം കുറേ നാളുകളായി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സിനിമയിൽ മാത്രമല്ല കലാമേഖലയിൽ, മാധ്യമ മേഖലയിൽ, പത്രമേഖലയിലൊക്കെ വ്യക്തമായി ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ജോർജിയുടെ വാക്കുകളെ ഞാൻ അപ്പാടെ അംഗീകരിക്കുന്നില്ല. കാരണം അത് ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും പഴക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ തുറന്ന ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അത് പലപ്പോഴും പല രീതിയിലേക്കും വളരെ മോശപ്പെട്ട രീതിയിലേക്ക്, ഇപ്പൊ നേരത്തെ ജയസൂര്യൻ സാർ പറഞ്ഞു, ഇപ്പൊ ശബരിമല പോലുള്ള ഒരു സെൻസിറ്റീവ് ഇഷ്യൂ നമ്മൾ ഇത്രയൊക്കെ 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടും
ഇത്രയും അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടും ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ക്രമസമാധാനത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നു പോയത് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചർച്ചകളുടെ പ്രതിഫലനമാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഓഡിറ്റിങ്ങും ഇല്ലാതെ നവമാധ്യമങ്ങളിൽ ആർക്കും വന്ന് അഭിപ്രായങ്ങൾ പറയാവുന്ന, ആ അഭിപ്രായങ്ങൾ ലോകം മുഴുവൻ കേൾക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് പോയതിന്റെ ഒരു റിസൾട്ടാണ് ഇത്തരത്തിലുള്ള, അത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല എല്ലാ തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളും ഇന്ന് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകപ്പെടുന്നുണ്ട്. അതില് എനിക്ക് തോന്നുന്നു അത്തരം പ്രവണതകൾ നമുക്ക് ഒരു പരിധി വരെ ഇന്ന് തടഞ്ഞു നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഈ ഗ്ലോബലൈസേഷന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാം ശ്രീ സുശീൽ ഗോപാൽ. നമുക്കറിയാം ഈ 2019 ശേഷം ഇറങ്ങിയ ഒരുപടി സിനിമകൾ നമുക്കറിയാം. ഹല്ലേലൂയ, അല്ലെങ്കിൽ പ്രൈസ് ലോട്ട്, ഇമയു, റോമൻസ്, വിശുദ്ധൻ, ട്രാൻസ്, അതുപോലെ ന്യൂജൻ സിനിമകൾ. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിൽ ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ച്, അവരുടെ കുദാശകളെ മാത്രം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥത്തിലുള്ള പേരുകളെ മാത്രം ലക്ഷ്യം വെച്ച് ഇത്തരം സിനിമകൾ വർത്തിക്കുന്നതിൻ്റെ ഒരു വേദനയാണ് പലപ്പോഴും ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്നത്. അതൊരു നിഷ്കളങ്കമായി സംഭവിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ജോർജി, ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ ജോർജ് പറഞ്ഞു 2010 ശേഷം ഉണ്ടായ സിനിമകളെ കുറിച്ച് ജോർജ് പറഞ്ഞു. പക്ഷെ 2010 ശേഷം നടന്ന സിനിമകളിൽ ഈ 2021 ഈ പറഞ്ഞ ഈശോ എന്ന പേര് വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നാദിഷയുടെ ഈ സിനിമയിൽ പേര് മാത്രമാണ് ഇഷ്യൂ വരുന്നത്. കാരണം ഈശോ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ മോശമായ രീതിയിലുള്ള ഒരു വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോ CBI ഡയറി കുറിപ്പിന്റെ ഒരു സിനിമയിലെ ഒരു എഡിഷനിൽ ഒരു കൊലപാതകം മെൻഷൻ ചെയ്യുന്ന പോലും ഈ പേര് വെച്ചുകൊണ്ട് മെൻഷൻ ചെയ്തൊരു സന്ദർഭത്തിൽ ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ പ്രാഞ്ചിയേട്ടൻ പോലുള്ള സിനിമകളിൽ സ്വാഭാവികമായിട്ടും ഈ മതവിശ്വാസത്തെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയുള്ളത്, അതിനകത്ത് സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർ, അതായത് തിരക്കഥാകൃത്തായാലും സംവിധായകനായാലും കഥ എഴുതുന്നവരായാലും ഇതൊക്കെ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമൂഹവുമായി അതിന്റെ വിശ്വാസങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ അതുമായി അടുത്തുള്ള ആളുകളാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള കഥകളെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചിന്താധാരകളോ വെച്ച് എഴുതിയ കഥകളാണ്. അത് നമ്മൾ ഈ പറഞ്ഞ 2010 ശേഷം ഇത്തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമകളെ മാത്രം എടുത്ത് പറയാതെ അപ്പോൾ തന്നെ പോസിറ്റീവായിട്ടും വളരെ മനോഹരമായിട്ട് ഈ മതവിശ്വാസങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നല്ല രീതിയിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്റെ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ 19 പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പറയുന്ന റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇതെല്ലാം തുറന്ന ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ ഇതിന്റെ മലീമസമായ വേർഷൻസ് പലപ്പോഴും തുറന്നു കാണിക്കപ്പെടും, അല്ല അതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും നല്ല വശങ്ങളും തുറന്നു കാണിക്കപ്പെടും. ശ്രീ സുശീൽ ഗോപാൽ, ഒരു കാര്യം നമ്മൾ അങ്ങ് പറഞ്ഞപ്പോൾ സ്വാഭാവികം നമ്മൾ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഉയരാവുന്ന ഒരു സംശയമാണ്. 2010 ശേഷം ക്രിസ്തീയ വിശ്വാസത്തെ അങ്ങ് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന 1-2 ഉദാഹരണങ്ങൾ അങ്ങേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? അല്ല, ഈ പ്രാഞ്ചേട്ടൻ സിനിമയോടൊപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിശ്വാസത്തേക്കും കാണിച്ചിട്ടുള്ളത്, പ്രാഞ്ചേട്ടൻ സിനിമയിലടക്കം. അതേപോലെ തന്നെ ഈ പറയുന്ന പൃഥ്വിരാജിന്റെ 1-2 ഫിലിംസ് ഉണ്ട്. ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മതവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അതിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയാം, നമുക്കറിയാം ഈ ശ്രീ സുശീൽ ഗോപാൽ, ഈ പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിൻ നമുക്കറിയാം, ആ സിനിമയുടെ ഒരു തീം നമുക്കറിയാം. ഒരു വിശുദ്ധനെ ഒരു കോമാളിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുള്ള ഒരു അനുമാനം ക്രൈസ്തവ വിശ്വാസികൾ തീർച്ചയായിട്ടും ഇല്ല. നമുക്കറിയാം, അങ്ങ് പറഞ്ഞ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പ്രാഞ്ചേട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വിഷയത്രേ ഉള്ളൂ. അതിനകത്ത് സ്വാഭാവികമായിട്ടും സെയിന്റ് ഇറങ്ങി വന്ന് ഡയറക്റ്റ് ഒരു വിശ്വാസിയുമായി ഇടപെടുവാനും അവന്റെ പ്രശ്നങ്ങൾ കൃത്യമായി ഇടപെടുവാനും കഴിവുള്ള ഒരാളെന്ന രീതിക്കാണ് ഞാൻ ആ സിനിമയിലെ കണ്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതങ്ങനെ ഒരു നല്ല രീതിക്കാണ് ചിത്രീകരിച്ചു എന്നുള്ള രീതിക്കാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരാമർശിച്ചത്. ഇപ്പൊ അങ്ങനെയല്ല എന്നാണെങ്കിൽ സോറി, ക്ഷമിക്കണം. എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു ആ സിനിമയെ കുറിച്ച്. നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസിയുടെ ഭാഗം ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ആ സിനിമ അതല്ല നമ്മുടെ വിഷയം എങ്കിൽ പോലും ഒരു ക്രിസ്തീയമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല അവിടെ ഒരു പുണ്യാളൻ അവിടെ പങ്കുവച്ചത്. ശ്രീ ഡോക്ടർ ചാക്കോ കളാംപറമ്പിൽ, ശ്രീ സാജൻ കുന്നത്ത് ഉന്നയിച്ചതുപോലെ
പലപ്പോഴും ഇത്തരം സിനിമകൾ ഇറങ്ങിയപ്പോൾ ക്രൈസ്തവർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നൊരു പരാതിയാണ് ശ്രീ സുശീൽ ഗോപാൽ ഉന്നയിച്ചത്. അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സംവിധാനങ്ങളും കലയെയും കലാകാരന്മാരെയും എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിനെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അത് അവരുടെ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് കടന്നു കയറി ഇവിടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവരതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രതികരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ജോർജ് സൂചിപ്പിച്ച കുറെ കാര്യമുണ്ട്. റോമൻസ്, ഹല്ലേലൂയ, ട്രാൻസ്, ഈമയോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒന്നും ഈമയോ എന്ന് പറയുന്നിടത്ത് ശരിക്കും ആ ചുരുക്കപ്പേരിനകത്ത് ഈശോ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് അത് എക്സ്പോസ്ഡ് ആകുന്നില്ല. അതുപോലെ തന്നെ ഈ സിനിമകളെല്ലാം തന്നെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവർ പൂജ്യമായി കരുതുന്ന കൂദാശകളെയും ക്രൈസ്തവരുടെ ദൈവത്തെയും, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ദൈവം തന്നെ വിളിച്ചുകൂടാ, എല്ലാവർക്കും ദൈവമായിട്ടുള്ളവനാണ് ദൈവപുത്രൻ. ആ തരത്തിലാണ് നമ്മൾ ഈശോയെ കാണുന്നത്. എല്ലാവർക്കും ദൈവമായി ഭൂമിയിൽ അവതരിച്ചവനാണ്. ആ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ, ആ ഈശോയുടെ നാമത്തിന് മുമ്പിൽ ബൈബിളിൽ തന്നെ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുമെന്ന്. ഈശോ പിതാവായ ദൈവത്തിന്റെ, ഈശോ എന്ന ആ നാമത്തിന്റെ പവിത്രത പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കും എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഈശോ എന്ന നാമം ദൈവ മഹത്വത്തിനുള്ള നാമമാണ്. ഈശോ എന്ന നാമം നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നാമമാണ്. ഈശോ എന്ന നാമം ഓരോ ക്രൈസ്തവന്റെയും ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉരുവിടുന്ന നാമമാണ്. അത് കേവലം ഒരു നാമമല്ല, മറിച്ച് അപ്പുറത്തേക്ക് അത് അവന്റെ വിശ്വാസ ദൈവമാണ്, അവന്റെ രക്ഷകനാണ്, അവന്റെ വാഗ്ദാനമാണ്, അവന്റെ പ്രതീക്ഷയാണ്, അവന്റെ പ്രത്യാശയാണ്, അവന്റെ നിത്യജീവനാണ്. ആ ഒരു മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആ നാമത്തെ പോലും അപകീർത്തിപ്പെടുത്തത്തക്ക വിധത്തിൽ അതിന്റെ പോസ്റ്ററുകളെ കൺവെർട്ട് ചെയ്ത് അതിനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അതൊരു ഇവിടെ സൂചിപ്പിച്ചത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി കാണുകയാണ്. ഇനിയിപ്പോ ഒരുപക്ഷെ ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് ഇനി പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ തരത്തിൽ ഈ സിനിമ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പറയാനുള്ളത്. ഇതൊരു യാദൃച്ഛികമായ സംഭവമല്ല, ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമല്ല, മറിച്ച് വിശ്വാസത്തിന് ബോധപൂർവ്വം മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായി ഇതിനെ കാണേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഒരു സമൂഹം മുഴുവനും ഞങ്ങൾക്ക് അങ്ങനെ ഇടുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട് എന്ന് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തെ മറ്റ് മാധ്യമങ്ങളിലൂടെയും അറിയിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണ ശേഷി അല്ലെങ്കിൽ അതിനുള്ള സമീപനം ഒരു കലാകാരനാണെങ്കിൽ, എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ, എല്ലാ വിഭാഗം വിശ്വാസികളെയും സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് മനസ്സിലാക്കുവാനും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അദ്ദേഹം എനിക്ക് തോന്നുന്നത് കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അറിയുകയും ചെയ്യാം ഈ വിഷയത്തെ കുറിച്ച്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരിക്കണം? നിങ്ങൾക്ക് അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഹൃദയ നൊമ്പരം ഏറ്റെടുത്തെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാകണമായിരുന്നു. മറിച്ച് അതിനെ ന്യായീകരിക്കാനും ഗ്ലോറിഫൈ ചെയ്യാനും അത് എന്താ പറയാ ഈ സമൂഹത്തെ വെല്ലുവിളിക്കാനും തക്ക വിധത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഒരാവിഷ്കാര സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല, മറിച്ച് അത് ലഭിച്ച സ്വാതന്ത്ര്യ ദുർവിനിയോഗമായിട്ട് കാണാനേ കഴിയുള്ളൂ. കലയിലും കലാരംഗത്തും ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വിശ്വാസ അവഹേളനങ്ങൾ, ക്രൈസ്തവ വിശ്വാസത്തെ മാത്രമല്ല ഏത് വിശ്വാസമാണെങ്കിൽ പോലും അത്തരം അവഹേളനങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? കേരളത്തിൽ നമുക്കറിയാം കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുവാനുള്ള വ്യക്തമായ അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഇത് ഒരിക്കലും യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്ന് പറയാൻ വയ്യ. ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിലയുറപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അങ്ങ് പറഞ്ഞതുപോലെ നാടകങ്ങൾ, അതുപോലെ തന്നെ കഥാപ്രസംഗം, മറ്റേ ഈ സാംബശിവൻ പോലെയുള്ള ആൾക്കാരുടെ കഥാപ്രസംഗം, ഇതൊക്കെ വളരെ ബോധപൂർവം ചിട്ടപ്പെടുത്തി വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ട്. അതായത് അന്ന് ക്ഷേത്ര ഉത്സവ പറമ്പുകളിലാണ് ഈ KPAC-യുടെ നാടകങ്ങളും സാംബശിവന്റെ കഥാപ്രസംഗവും ഏറ്റവും കൂടുതൽ അന്ന് അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വലിയ സമൂഹത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ ഉരുത്തിരിയിച്ചെടുക്കുക, അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊന്നിനെ അവഹേളിക്കുക, മറ്റൊന്നിനെ തെറ്റാണെന്ന് വരുത്തുക,
ഈ ഒരു മനോഭാവം കേരളീയ സമൂഹത്തിൽ വ്യാപകമായി കണ്ടത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ പല രീതിയിൽ ഇത് കണ്ടു. എല്ലാ രീതിയിലും മതവിഭാഗങ്ങളെ മോശമാക്കുക, നിരൂപണം ചെയ്യുക, അതൊക്കെ ആരെങ്കിലും എതിർത്താൽ, ചോദ്യം ചെയ്താൽ ഉടനെ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുക. എന്നാൽ 51 വെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് മതമൊന്നും അല്ലെന്ന് ഓർക്കണം. കേവലം ഒരു രാഷ്ട്രീയ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഒരു സിനിമ എടുക്കുമ്പോഴേക്കും അത് ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതും, ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ഡിവൈഎഫ്ഐ അടക്കമുള്ളവരാണ് എന്നും കാണുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ട്. ആ അജണ്ട എന്നുള്ളത് അന്താരാഷ്ട്ര ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഫണ്ടിങ് ആണോ എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട്. കാരണം ആ തലത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. നമുക്കിന്നറിയാം, പഴയ കാലഘട്ടങ്ങളിലെ സിനിമ, സത്യന്റെയൊക്കെ നസീറിന്റെ ഒക്കെ കാലഘട്ടങ്ങളിലെ സിനിമയൊക്കെ എടുത്തിരുന്നത് വീടും പറമ്പും ഒക്കെ വിറ്റ് പട്ടിണി കിടന്ന് വളരെ കഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇന്ന് മലയാള സിനിമ അടക്കം ഹിന്ദി സിനിമ വരെ ഉള്ള സിനിമാ മേഖലയിലേക്ക് വരുന്ന ഫണ്ട് ഇത്തരത്തിൽ വീടും പറമ്പും വിറ്റ് വരുന്ന ഫണ്ടാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല. നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അന്താരാഷ്ട്ര ഫണ്ടിങ്ങും അതുപോലെയുള്ള ഗൂഢാലോചനകളും അരങ്ങുവാഴുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കലാരംഗത്ത് നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞ നാദിർഷായും ഈ പറഞ്ഞ ഈശോ എന്നുള്ള ആ പേരുമൊക്കെ കേവലം ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. പക്ഷെ അത് ആരുടെ കൈകളിലെ ഉപകരണങ്ങളാണ് എന്ന് അന്വേഷിക്കാനും ആശങ്കപ്പെടാനും അതറിയാനും നമ്മുടെ സമൂഹത്തിന് അവകാശമുണ്ട്. അങ്ങനെയുള്ള ഗൗരവമായ അന്വേഷണം ഇതിന്റെ പിന്നിലേക്ക് വന്നില്ല എങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ വരും. അതിനെയൊക്കെ സംരക്ഷിക്കാൻ കുറെ പേര് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരും. പിന്നീട് അത് സമൂഹത്തിന് നിന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കോടതിയിലേക്ക് പോകും. എന്താണെങ്കിലും ഇതിന്റെ ഇടയിൽ കച്ചവടം എന്നുള്ള ലക്ഷ്യം വളരെ ഭംഗിയായി നിറവേറ്റപ്പെടുകയും ചെയ്യും. അതായത് കച്ചവടത്തിന് വേണ്ടിയും മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സമൂഹത്തെ മുഴുവൻ തമ്മിൽ തല്ലിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനസ്വസ്ഥത കെടുത്തുന്ന, അന്തരീക്ഷം തകർക്കുന്ന, സമാധാനം തകർക്കുന്ന വിധത്തിലേക്ക് വന്നാൽ അവിടെ സമൂഹം പ്രതികരിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല. യുക്തിയും ന്യായവും നിയമവും ഒക്കെ അവിടെ ഉണ്ട്. വ്യക്തമാണ്. നമുക്ക് നമ്മുടെ ചർച്ചയുടെ ഒരു സമാപനത്തിലേക്ക് വരികയാണ്. ഡോക്ടർ ചാക്കോ കളമർബിൽ, ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉന്നയിച്ചതുപോലെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിശ്വാസ അവഹേളനത്തിന് പിന്നിൽ വ്യക്തമായ ചില അജണ്ടകളുണ്ട് എന്നുള്ളൊരു വസ്തുത ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉന്നയിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സ്, ആ ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു ആരോപണത്തിന് ഇവിടെ പ്രസക്തി ഏറുകയല്ലേ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ? അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര നിഗൂഢതകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതും അതിനെ പുറത്തു കൊണ്ടുവരേണ്ടതും തീർച്ചയായിട്ടും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ബാധ്യത തന്നെയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഇത്തരത്തിലുള്ള വ്യക്തമായ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ കാര്യം മാത്രമല്ല, അതിനെ ഡിസോൺ ചെയ്യാനായിട്ട്, അതിനെ തള്ളിക്കളയാനായിട്ട് ബന്ധപ്പെട്ട സമൂഹങ്ങൾ തയ്യാറാകുന്നില്ല പലപ്പോഴും എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇവിടെ ഒരു മതത്തിന്റെയും, അത് ക്രൈസ്തവ മതമായിക്കോട്ടെ, ഹൈന്ദവ മതമായിക്കോട്ടെ, അത് ഇസ്ലാം മതമായിക്കോട്ടെ, ഒരു മതത്തിന്റെയും ഒരു ചിഹ്നത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസാനുഷ്ഠാനങ്ങളെയോ അവർക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ, അവരുടെ വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം മറവിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാട്. അതിനകത്ത് ഒരു സംശയമില്ല. അത് ക്രിസ്തു മതത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഈശോയുടെ നാമം പറഞ്ഞതുകൊണ്ടാണ് എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഏത് മതവിശ്വാസത്തിന്റെയും ഈ ഇത്തരം ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും അതുപോലുള്ള അവരുടെ വിശ്വാസാനുഷ്ഠാനങ്ങളെയും അപകീർത്തിപ്പെടുന്ന വിധത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർന്നു വരരുത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറെ സിനിമകളെ കുറിച്ച് ഇവരെല്ലാം പറയുന്നുണ്ട്. ആ സിനിമകളുടെ പേര് റോമൻസ് അല്ലെങ്കിൽ ഈമൗയ് അല്ലെങ്കിൽ ഹല്ലേലിയ, ഈമായോ എന്നൊക്കെ പറയുമ്പോൾ, ട്രാൻസ് എന്നൊക്കെ പറയുമ്പോൾ, അത് ഒക്കെ ഈ വിശ്വാസത്തിന്റെ ചില പൊടിപ്പുകളും തൊങ്ങലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ ഈശോ എന്ന് പറയുന്നത് അതല്ല. അതെന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ സാരസമ്പൂർണതയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുഴുവൻ എന്താ പറയാ സത്തയാണ് ഈശോ എന്ന് പറയുന്ന നാമം. ആ ഈശോ എന്ന് പറയുന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രനെയും നാമത്തെയും അപകീർത്തിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അപഹസിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ആ നാമത്തിന് തന്നെ
മോശമായിട്ടുള്ള പരിവേഷങ്ങൾ ചാർത്തിക്കൊണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണ്. അതിന്റെ പിന്നിലുള്ള നിഗൂഢതകളെ അന്വേഷിച്ച് പുറത്തു പറയേണ്ടതാണ്. അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ നിയമം വഴി തടയപ്പെടേണ്ടതുമാണെന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സാജൻ കുന്നത്ത്, അവസാനമായി അങ്ങോട്ടുള്ളൊരു ചോദ്യം. നമുക്കറിയാം ഈ ക്രൈസ്തവ സമൂഹം വ്യക്തമായ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ആശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടത്. ഒരു രാഷ്ട്രീയമായൊരു ചോദ്യമാണ്. ഇത്തരം പലപ്പോഴും വർഷങ്ങളായി അടുത്ത നാളുകളായി ക്രൈസ്തവർ ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ആർക്കും കയറി നോവിക്കാവുന്ന ഒരു സമുദായമായി മാറിയതിൻ്റെ ഒരു കാരണം രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്. ശ്രീ സാജൻ കുന്നത്ത്. രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവ സമൂഹത്തിന് സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വിചാരമില്ല. രാഷ്ട്രീയ രംഗത്തേക്ക് ക്രൈസ്തവ സമൂഹത്തിലെ ആൾക്കാർ കൂടുതലായി വളർന്നു വരാത്തത് ആരും അടിച്ചമർത്തിയത് കൊണ്ടോ അല്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ചുരുക്കമായി പോയത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ആൾക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് ആരും ഒരു മാറ്റി നിർത്തലിന്റെ ഭാഗം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പല മുന്നണികളും ക്രൈസ്തവ സമൂഹത്തിലെ നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കാതെ അവരെ താഴ്ത്തി ഇടുവാൻ വേണ്ടിയുള്ള ശ്രമം പലപ്പോഴും ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ്, എന്റെ നേതാവായ കെ എം മാണി സാറിനെ എത്രമാത്രം സ്വന്തം മുന്നണിയിൽപ്പെട്ടവരാണ് ദ്രോഹിച്ചത്. അത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കേരള സമൂഹം ഒന്നാകെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു നേതാവ് വളർന്നു വരുമ്പോൾ ആ നേതാവിനെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്തി പരാജയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? അത് ക്രൈസ്തവ സമൂഹത്തെക്കാളും മികച്ചതായി നീക്കുവാനായിട്ട് പല സമൂഹത്തിൽപ്പെട്ടവരും പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ആ പാർട്ടിയിലെ മതപരമായി പ്രത്യേക വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാര് അവരുടെ കയ്യിലായിരിക്കണം അധികാരങ്ങൾ മൊത്തം എന്ന ചിന്താഗതിയോട് പോകുന്നതുകൊണ്ടാണ്. അതിന്റെ ഭാഗമാണല്ലോ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. അത് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് ഞാൻ പച്ചയായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കുന്ന എതിരിടുന്ന ഐക്യജനാധിപത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗും ഒക്കെ അവിടെ ഭരണം ലഭിച്ചാൽ ഒരു സമൂഹത്തിന്റെ മാത്രം കൈകളിലേക്ക് അധികാരങ്ങൾ കൂടുതലായി ചെന്നെത്തുന്ന, നല്ല വകുപ്പുകൾ ചെന്നെത്തുന്ന, പല രീതിയിലുള്ള. അവസാനമായി ശ്രീ സുശീൽ ഗോപാൽ, അങ്ങനെയുള്ള അവസാനത്തെ ചോദ്യം. നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യനും ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിലും ഉന്നയിച്ചതുപോലെ ഈ അവഹേളനത്തിന് പിന്നിൽ വ്യക്തമായ ചില ഗൂഢലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചനകൾ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവച്ചു. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ് ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ? ശ്രീ സാജൻ കുന്നത്ത് പറഞ്ഞ ഒരു കാര്യത്തിന് ചെറിയൊരു തിരുത്തൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. അതായത് ഏറ്റവും അവസാനം ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പോലും മാണി സാറ് മേടിച്ചു എന്ന് പറഞ്ഞ അഫിഡവിറ്റ് കൊടുത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ, CPM നേതൃത്വം നൽകുന്നത്. പിന്നെ 2001 മുതൽ 2006 വരെയും പിന്നെ 2011 മുതൽ 2016 വരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിമാർ ഏത് മതവിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്ന് ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ അതിന്റെ അതിർവരമ്പുകളല്ല ഒരാളുടെ രാഷ്ട്രീയത്തിനകത്തുള്ള അവരുടെ ഇമ്പോർട്ടൻസും അവരുടെ ലീഡർഷിപ്പും തെളിയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകാൻ ജയസൂര്യ സാറും നേരത്തെ പറഞ്ഞ ഒരു വിഷയം, അതായത് അതിന് ഒരു ഉറപ്പില്ല. അന്താരാഷ്ട്ര മാഫിയയാണോ അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളാണോ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വിഷയത്തിൽ അവർക്ക് തന്നെ ആശങ്കകളുണ്ട്. രണ്ട് വിഷയങ്ങളും പറയുന്നുണ്ട്. പിന്നെ ജയസൂര്യ സാർ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ തിരുത്തലാണ്. അതായത് സത്യനും നസീറും അഭിനയിച്ചിരുന്ന കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ സാമ്പത്തിക അന്തരീക്ഷമല്ല ഇന്ന് 2021 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അന്തരീക്ഷം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഗൾഫ് നാടിൽ നിന്ന് വന്ന മലയാളികളുടെ സാമ്പത്തിക സ്രോതസ്സും അതോടൊപ്പം ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായ സാമ്പത്തിക രംഗത്തുണ്ടായ വിപ്ലവമൊക്കെ ഇന്ത്യയിലെ
എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ മാഫിയകളാണെന്നും അന്താരാഷ്ട്ര ബന്ധത്തിന്റെ ഫലമാണെന്നൊക്കെ ചിന്തിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള യുക്തി ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം യാതൊരു തരത്തിൽ ആധികാരികതയില്ലാതെ പടച്ചുവിടുന്ന കഥകളുടെ പിന്നാലെ പോകാതെ കൃത്യമായി നേരത്തെ സംസാരിച്ച പ്രിയപ്പെട്ട സാറിന്റെ പേര് ഞാൻ വിട്ടു, ചാക്കോ സാർ പറഞ്ഞ പോലെ, ചാക്കോ സാർ പറഞ്ഞ പോലെ നിയമപരമായുള്ള കൃത്യമായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അത്തരം സംവിധാനങ്ങളുള്ള കൃത്യമായ ഭരണഘടനാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിനകത്ത് നിയമപരമായ രീതികളിലൂടെ തന്നെ അത്തരത്തിൽ ഏതെങ്കിലും മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അവസാനമായി ശ്രീ ജയസൂര്യൻ, ഇപ്പോൾ ശ്രീ സുശീൽ ഗോപാൽ ഉന്നയിച്ച ഈ കാര്യങ്ങളോട് അങ്ങേക്കുള്ള മറുപടി എന്താണ്? അങ്ങ് നേരത്തെ പറഞ്ഞ ഈ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ആ ഒരു ആശങ്ക അല്ലെ ഒരു അടിസ്ഥാനമില്ല എന്നുള്ളൊരു കാര്യമാണ് ശ്രീ സുശീൽ ഗോപാൽ പറയുന്നത്. അങ്ങയുടെ പ്രതികരണം ശ്രീ ജയസൂര്യൻ. അല്ല, ഇത്തരം കാര്യങ്ങളില് ഈ കലയും സാഹിത്യവും പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള ഫീൽഡ് ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ക്രിയാത്മകമായി അല്ലെങ്കിൽ പോസിറ്റീവായി നമ്മളോട് പെരുമാറുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തേണ്ടത്. അതായത് കലാമൂല്യം, ധാർമ്മികത, സംസ്കാരം എന്നിവയ്ക്ക് അനുകൂലമായിട്ടാണോ, കലയ്ക്കും ധർമ്മത്തിനും സംസ്കാരത്തിനും വിപരീതമായിട്ടാണോ ഈ മേഖലകൾ നീങ്ങുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മറുപടി കിട്ടും. പണ്ടൊക്കെ എല്ലാ കലയും സാഹിത്യവും എല്ലാ കലാരൂപങ്ങളും സമൂഹത്തിന് ഗുണമായ രീതിയിലാണ് അവരെ അവതരിപ്പിച്ചിരുന്നത്. സാമൂഹിക വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ആവശ്യവുമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കാലം മുതൽ ഇങ്ങോട്ട് സാമൂഹിക വിമർശനങ്ങൾ വളരെ പ്രസക്തവുമാണ്. സാമൂഹിക വിമർശനങ്ങളാവാം, അതിൽ യാതൊരു തെറ്റുമില്ല. അത് കലയുടെയും സാഹിത്യത്തിന്റെയും ധർമ്മമാണ്, ദൗത്യമാണ്. എന്നാൽ സാമൂഹിക വിമർശനം എന്നുള്ളതിനെ സെലക്റ്റീവ് ആയി മാറുകയും അതിനെ വിമർശനം എന്നതിൽ അപ്പുറത്തേക്ക് കടന്ന് വിശ്വാസ ധ്വംസനം എന്നുള്ള നിലയിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ വിമർശനത്തിന്റെ ഭാഗം പോസിറ്റീവാണ്, എന്നാൽ വിശ്വാസ ധ്വംസനം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അത് ഡിസ്ട്രക്റ്റീവാണ്. അപ്പൊ കൺസ്ട്രക്റ്റീവായിട്ട് നീങ്ങേണ്ട കലയും സാഹിത്യവും ഡിസ്ട്രക്റ്റീവ് ആകുമ്പോൾ സമൂഹത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അതിനെ നമ്മൾ മറ്റേത് രീതിയിലുള്ള യുക്തിയും ന്യായവും നിരത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ നോക്കിയാലും സമൂഹം അത് അംഗീകരിച്ചു എന്ന് വരില്ല. അവിടെ നിയമങ്ങൾക്കപ്പുറം സമൂഹത്തിന് ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളിലേക്ക് സമൂഹം പോവുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന ഈ പ്രതികരണം. ആ പ്രതികരണം നമുക്കൊരു ചൂണ്ടുപലകയാവേണ്ടതാണ്. ആ ചൂണ്ടുപലകയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ദിശാബോധം സമൂഹത്തിന് ലഭിക്കേണ്ടത്. അത് ചെയ്യേണ്ടവർ ചെയ്തില്ല എങ്കിൽ അത് സമൂഹം ഏറ്റെടുക്കേണ്ടി വരും. അതാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്താൻ തന്നെ കാരണം എന്ന് ഞാൻ കരുതുന്നു. ചർച്ച സമാപിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന പ്രസക്തമായ ആശയമാണ് ഈ ചർച്ച മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പിന്നിൽ വ്യക്തമായ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന പ്രസക്തമായ ആശയവും ഈ ചർച്ച മുന്നോട്ട് വെച്ചു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീ സാജൻ കുന്നത്ത്, ശ്രീ സുശീൽ ഗോപാൽ, ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, 4 പേർക്കും നന്ദി.